ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി നോക്കുമ്പോൾ ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷറാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഫുൾ മൂണിൻ്റെ ആ ഒരു എനർജി അവരുടെ ആ ഒരു എനർജിയിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ കൂടുതലായിട്ടും സൂര്യൻ്റെ ആ ഒരു എനർജിയല്ല, ചന്ദ്രഭഗവാന്റെ ആ ഒരു എനർജിയാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. ഇമോഷൻ വളരെ കൂടുതലായിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർക്ക് ആരെയാണോ ഇഷ്ടമില്ലാത്ത, അവരോട് സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ആ ഒരു എനർജിയിലേക്ക് ഇവർ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലോ ഇല്ല എങ്കിൽ ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലോ ഇവരുടെ ടൈം പീരീഡിൽ ഭയങ്കര ദേഷ്യത്തിലിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വളരെ വാശിയിലിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ വളരെയധികം വാശിയിൽ ഇരുന്നിട്ട് എനിക്ക് വേണമെങ്കിൽ എൻ്റെ പേഴ്സണെ രജിസ്റ്റർ മാരേജ് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ എൻ്റെ പേഴ്സണോ സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള ഒരു വാശി. അതായത് ആരൊക്കെ എതിർത്താലും എൻ്റെ പേഴ്സണെ ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്യും, അങ്ങനെയുള്ള ആ ഒരു ഇത്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയാൽ ഇവർ ഉറപ്പായിട്ടും തേർഡ് പാർട്ടിക്ക് ഫേവറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളോട് വളരെയധികം മോശമായിട്ട് സംസാരിക്കുന്നതായിട്ട്, ഈഗോയിൽ ക്ലാഷ് ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾ തമ്മിൽ അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നു. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഫേവറിലായിട്ടാണ് എനർജി കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫേവറായിട്ട് ഇവർ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു തരത്തിലുമുള്ള ട്രാപ്ഡ് സിറ്റുവേഷനോ ഒരു തരത്തിലുള്ള സ്റ്റക്ക് സിറ്റുവേഷനോ നോക്കത്തില്ല, വാശിയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് മെൻ്റൽ കോൺഫ്ലിക്റ്റിനെ ഇവർ ഒരിക്കലും ഇവർക്ക് പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ എല്ലാം നേരെയായി വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഫാമിലി സമ്മതിക്കുന്നില്ല എങ്കിൽ ഇവർ വളരെയധികം ദുഃഖത്തിലാണ് എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവർ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എൻഡാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഫാമിലി നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് സമ്മതിക്കുകയാണ് എങ്കിൽ ഇവരിൽ പല ആൾക്കാർക്കും ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ അതോറിറ്റിക്കായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ ഇരിക്കത്തില്ല, ഒരു കുഴപ്പവുമില്ലാതെ ബിന്ദാസായിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ആ ഒരു ഡിസിഷൻ കേട്ടിട്ട് ആർക്കാണോ ഇഷ്ടമുള്ളത് അവർ പറയുക, ഇല്ല എങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയുക. പക്ഷേ ഇവരുടെ ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരെങ്കിലും ഇവരുടെ വാക്കുകൾ കേട്ടില്ല എങ്കിൽ ഇവർ അവരോട് വഴക്കിടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് ഇവർ ഭയങ്കര വാശിയിലാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് എനിക്ക് ഇഷ്ടമുള്ള ആളെ ഞാൻ മാരേജ് ചെയ്യും, അതിന് നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവർ വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളില്ലാതെ ഇവർ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ മാരേജ് ചെയ്യണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഫുൾ മൂണിൻ്റെ എഫക്റ്റ് ഇവരുടെ എനർജിമേൽ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഫേവറായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ കമ്മ്യൂണിറ്റിക്ക് എതിരെ പോയി നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളെ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിന് എതിരായി പോയി ഇവർ ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും കാരണത്താൽ, അതായത് അച്ഛനും അമ്മയും പറയുന്നത് കേട്ടിരിക്കുകയായിരുന്നു ഇത്രയും ദിവസം, പക്ഷേ ഇനി അവർക്ക് എതിരായിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് അച്ഛനും അമ്മയ്ക്കും എതിരായിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള വിഷമത്തിലായിരുന്നു ഇത്രയും നാൾ. പക്ഷേ ഇനി ഇവർ അച്ഛനും അമ്മയും പറയുന്നതൊന്നും കേൾക്കാതെ നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ ഈ ഒരു ടൈം പീരീഡിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ അൺമാരീഡ് ആയിട്ടുള്ള കപ്പിൾസാണ് എങ്കിൽ എക്സ്പ്രഷൻ ഓഫ് ലവ് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ് എല്ലാം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഹീലിങ്ങിൻ്റെ ആ ഒരു വഴി തുറന്നു കിട്ടും. അതായത് സമാധാനപരമായിട്ട് എല്ലാം അവസാനിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളോട് എത്രമാത്രം അറ്റാച്ച്മെൻറ്റ് ഇവർക്കുണ്ട് എന്നുള്ള കാര്യം ഇവർ നിങ്ങളോട് തുറന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി ഇവർ നിങ്ങളോട് എന്തെങ്കിലും ഹൈഡാക്കി വച്ചിട്ടുണ്ട് എങ്കിൽ അതും നിങ്ങളോട് തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വൈബ്രേഷൻ നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. നോക്കേണ്ട സിറ്റുവേഷനും കൊണ്ട സിറ്റുവേഷനും എന്തായാലും കറണ്ട് ഫീലിംഗ് നോക്കിയപ്പോൾ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കാണാൻ സാധിച്ചത്. ടെൻഷനായിട്ടുള്ള ഒരു എനർജിയും തന്നെ ഇല്ല. കാരണം നിങ്ങൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ പേഴ്സൺ ഇതുവരെയും തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതുവരെയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നില്ല എങ്കിൽ ഇവിടെ ഫാമിലി റീസൺസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഫാമിലിയുടെ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് ഇതുവരെയും തിരികെ വരാതിരിക്കുന്നത്. ഇവിടെ ഇവർ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഫിയറാണ്. അതായത് ഇവർക്ക് ഒരു പേടിയുണ്ട്. ഇനി ഇവർ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫാമിലി നിങ്ങളുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചില്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്നുള്ള പേടിയിലാണ് ഇവർ നിങ്ങളുടെ പ്രപ്പോസൽ പോലും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷനാണ്. നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി സമ്മതിച്ചാൽ മാത്രമേ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരികയുള്ളൂ എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ ആ ഒരു നെക്സ്റ്റ് ആക്ഷൻ നോക്കുകയാണ് എങ്കിൽ ഇവർ ഡിസ്കണക്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ലക്കി വൺ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം 4 hours അല്ലെങ്കിൽ 24 hours യൂണിയൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ തേർഡ് പാർട്ടി സമ്മതിച്ചാൽ മാത്രമേ അവർ വരികയുള്ളൂ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിപ്പിച്ചാൽ മാത്രമേ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരികയുള്ളൂ. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ധൈര്യം സംഭരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ വേണ്ടി ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. ഇപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനുള്ളവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു 24 hours കഴിയുമ്പോൾ ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് 4 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ബ്ലോക്കേജസ് ഒത്തിരി ഉണ്ട്. റൂട്ട് ചക്ര, ഹാർട്ട് ചക്ര, സോളാർ പ്ലെക്സസ് ചക്ര, ഈ 3 ചക്രാസും ബ്ലോക്കേജസ് ആണ് കാണാൻ സാധിക്കുന്നത്. നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ വരാൻ പോകുന്ന സമയം പൈസ ഇല്ലാത്തത് കാരണമോ കോൺഫിഡൻസ് ഇല്ലായ്മ കാരണമോ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാതിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഫാമിലി കാരണമോ ഹെൽത്ത് ഇഷ്യൂ കാരണമോ കമ്മിറ്റ്മെൻറ്റ് തരാതിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഒന്നുകിൽ ഫാമിലി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് സമ്മതിക്കത്തില്ല, അത് കാരണം നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാതിരിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി. 4 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 40 hours നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസൊണേറ്റ് ആകുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് നേരിടുന്നത് എങ്കിൽ നിങ്ങൾ കുറച്ച് ഹോപ്പ്ഫുള്ളായിട്ട് വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി. എന്നിട്ട് നിങ്ങളുടെ ബ്ലോക്കേജസ് ഹീൽ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും, പക്ഷേ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇഷ്യൂ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി കാരണവും നിങ്ങൾക്കിടയിൽ സംസാരം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്കും ഈ ഒരു എനർജി ആയിട്ടല്ല കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സന്തോഷമായിട്ടുള്ള ജീവിതം ഉണ്ടാകുകയുള്ളൂ. ഇല്ല എങ്കിൽ ഇങ്ങനെ സഫറിങ് അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.